വർഷത്തിന് ശേഷം ലാലേട്ടൻ ശോഭന ചേച്ചി ഒന്നിക്കുകയാണ്. യെസ്, അതെ, അതാണ് എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ അത് അവർക്കും അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റുകളുണ്ട്. അവരും വന്നപ്പം മുതൽ അവരുടെ ആ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അകത്തും സംസാരിക്കുന്നതിൻ്റെതൊക്കെ ആ 20 വർഷം എന്നുള്ളത് അത്ര ദൂരമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവർ ഒരേ ഫാമിലിയാണ്. അതെ 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 അതെ. ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു ടാക്സി ഡ്രൈവർ ആണെന്ന് നമ്മൾ ഓൾറെഡി ഒഫീഷ്യലി പറഞ്ഞത് ടാക്സി ഡ്രൈവർ, സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ എന്നുള്ള രീതിയിലാണ്. ഇപ്പം പ്രേക്ഷകരെന്ന നിലയിൽ ബേസിക്കലി എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് ലാലേട്ടൻ കുറേ നാളിന് ശേഷം ഒരു സാധാരണക്കാരനായി നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പഴയ ഒരു മൂഡിലേക്ക് കാണാമെന്ന അർത്ഥത്തിലാണ്. അല്ല, അത് തന്നെയായിരുന്നു നമ്മൾ ഈ പ്രോജക്റ്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും സുനിലേട്ടൻ ഈ സബ്ജക്റ്റ് നമ്മളൊക്കെ പറയുമ്പോഴും നമ്മളെയും കൊതിപ്പിച്ചത്. വളരെ സാധാരണക്കാരായി നമ്മളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ കമ്മിറ്റ് ചെയ്തത്. അപ്പം ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ത്രൂ ഔട്ട് ഇതുവരെയും ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും എക്സൈറ്റ്മെൻറ്റ് ഒരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് തന്നെയാണ്. ഈ തരുൺമൂർത്തി ചിത്രങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ഇല്ലെങ്കിൽ ഒരു റിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ആ ഒരു റിതത്തിൽ തന്നെ ആയിരിക്കും ലാലേട്ടനെയും കാണാൻ കഴിയുക. ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന റിതമുണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇപ്പം ജാവയ്ക്ക് വേണ്ട ഒരു ഋതം ഉണ്ടായിരുന്നു, അപ്പം സൗദിക്ക് വേണ്ട ഋതം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഋതമുണ്ട്. അതിന് വേണ്ടൊരു ടൈം സ്പാനുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് എഡിറ്റൊക്കെ നമ്മൾ അങ്ങനെ ഡിസ്കഷനിലൊക്കെ എഡിറ്ററോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു. നമുക്ക് ഇതിങ്ങനെ പറയണം, ഇവിടെ സ്റ്റേ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് പറയേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറയണം, സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ. ഈ ഇത്രയും വർഷത്തിന് ശേഷം ശോഭന ചേച്ചിയുമായിട്ട് ലാലേട്ടൻ ഒന്നിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ കോംബോയിൽ കൺവിൻസ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പം ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കോംബോയും കൂടെ അവരെ കൺവിൻസ് ചെയ്യണമല്ലോ. അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു? അത് ലാലേട്ടനെ ശോഭന ചേച്ചിയും ഇല്ല, അങ്ങനെ ഒരു ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അത്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞതോടുകൂടി തന്നെ നമുക്കിനി മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഇപ്പോൾ ലാലേട്ടന് മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. ശോഭന ഇതിനി അങ്ങനെയാണ് എന്ന് പറയുന്നൊരു സോ കോൾഡ് സിഗ്നേച്ചർ ഉണ്ട് അവരുടെ പെയറിങ്ങിൽ. അപ്പം നമ്മൾ ആ ഇനിഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഒരു ശോഭന മാം എന്ന് കയറി വന്നതോടുകൂടി തന്നെ പിന്നെ ഇനി ഇനി വേറൊരാളില്ല എന്നുള്ള രീതിയിലായി. അത് ഈവൻ ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പോലും ഇവരെ കാണാൻ വേണ്ടി കൊതിക്കുന്നു എന്ന് പറയുന്ന മെസ്സേജുകളും കോളുകളും ഒക്കെ നമുക്കിതൊരു സർറിയൽ അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര ഒരു ഫാൻ ബോയ് മൊമെൻ്റാണ്. എങ്ങനെയാണ് ഈ സുനിലേട്ടൻ്റെ കഥ എത്തുന്നത്? സൗദി വിളക്ക് കഴിഞ്ഞപ്പോഴാണ് രജപുത്രയെന്ന് ഇൻവിറ്റേഷൻ വരുന്നത്, നമുക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെയാണ് സുനിൽ വർക്ക് ചെയ്തിരുന്ന ലാലേട്ടന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സബ്ജക്റ്റ് എൻ്റെ ഇടയ്ക്ക് പറയുന്നത്. അപ്പം അത് ഈ പറഞ്ഞ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കൗതുകങ്ങൾ തന്നെയാണ് എനിക്കും കേട്ടോ. നമ്മുടെ ഇടയ്ക്ക് ലാലേട്ടൻ്റെ സബ്ജക്റ്റ് വരുന്നു. അപ്പം പിന്നെ ഞാനും സുനിലേട്ടനും കൂടി ഇരുന്ന് നമുക്കിതെങ്ങനെ ഇന്നത്തെ കാലത്തിൻ്റെ സിനിമ പോലെ ഇന്നത്തെ പ്രേക്ഷകൻ്റെ മൈൻഡ് സെറ്റിലൂടെ എങ്ങനെ ഇത് പറയാമെന്ന് പറയുന്നത് ഞങ്ങളുടെ നിങ്ങളിപ്പോൾ ഇത് പെട്ടെന്ന് കേട്ട ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇതിന് പിന്നാലെ ഉണ്ട്. ഞങ്ങളുടെ ഡിസ്കഷൻസും കാര്യങ്ങളും ഫ്രീക്വൻ്റ്ലി നടന്ന് ഓൾറെഡി ഞങ്ങളൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ പ്രോജക്റ്റ് സംഭവിച്ചത് ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊരു 40-45 ഡേയ്സിൽ ഞാനും എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ടീമൊക്കെ കൂടി അങ്ങ് ഒത്തൊരുമിച്ച് പ്രൊഡക്ഷനുമൊക്കെ കൂടി ഒത്തൊരുമിച്ച് അങ്ങോട്ട് കയറി. ഈ ലാലേട്ടൻ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ഈ കഥ പറയുമ്പോഴാണെങ്കിലും? ഇപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ഇപ്പം ലാലേട്ടൻ്റെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ലാലേട്ടൻ്റെ മുന്നിലാണ് ആക്ഷൻ പറയുന്നത്. അല്ല, ലാലേട്ടൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ട മനുഷ്യൻ ഇദ്ദേഹമാണ്. അപ്പം ഞാൻ അതിന് ശേഷമാണ് കാണുന്നത്. ആദ്യം ഇവർ തമ്മിലൊരു സബ്ജക്റ്റ് നറേഷൻ കഴിഞ്ഞ ശേഷം അന്ന് ലാലേട്ടൻ എത്രത്തോളം കൗതുകത്തിലാണ് ഈ സബ്ജക്റ്റ് കേട്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഫുൾ സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പോകുന്നത്. അന്ന് സുനിലേട്ടൻ കണ്ട അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ലാലേട്ടനും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും സംശയങ്ങൾ, അല്ലെങ്കിൽ അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ്. അപ്പം ലാലേട്ടൻ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് കയറാം എന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കൊച്ചു കുട്ടികളെ പോലെ ഒരു പുതിയൊരു കഥാപാത്രത്തെ തേടിയുള്ള ഒരു യാത്ര ലാലേട്ടനിലുണ്ട്. ഈവൻ ശോഭന മാമിലുണ്ട്. ഇപ്പം ശോഭന മാം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നിരന്തരം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഫോണിലൂടെ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയും ഫോൺ കോൾ വഴിയൊക്കെ ഈ ക്യാരക്ടർ എന്താണ്, ഇതെങ്ങനെ ഇങ്ങനെയായി എന്ന് പറയുന്ന ഇവരുടെ അത് ഞാൻ പറയണത് 2 സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ ആ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്ര കൗതുകത്തോടുകൂടി നമ്മളോട് ഫീഡിങ്സ് ചോദിക്കുന്നത്. അതൊരു ആദ്യ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുന്ന പോലെ ഈവൻ ഇന്ന് വന്നപ്പോൾ പോലും ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പറഞ്ഞത് സർറിയൽ മൂമെൻറ്റിലാണ് ഞാൻ. ഈ മണിരത്നം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലാലിൻ്റെ അടുത്ത് കട്ട് പറയാൻ തന്നെ എവിടെ കട്ട് പറയണമെന്ന് ഇങ്ങനെ ഒന്ന്
ഇങ്ങനെ ഒന്ന് ആലോചിക്കുമെന്ന് പറയുന്നത് ഇത് മതിയോ എന്ന് പിന്നെയും തന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മൊമെന്റ് കിട്ടി ഫസ്റ്റ് സീനിൽ. ഫസ്റ്റ് ഷോട്ട് ഞാനൊരു ആ ഷോട്ടിൻ്റെ അവസാന സമയത്തേക്ക് ഇത് ലാലേട്ടൻ എന്തെങ്കിലും ഒരു ഐറ്റം ഇടും എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാനത് ആ കട്ട് വിളിക്കുന്ന ഒരു സസ്റ്റെയിൻ ചെയ്ത് വെച്ചു. ആ മൊമെന്റ് എനിക്ക് ഐറ്റം കിട്ടി. അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളുണ്ട് ഫസ്റ്റ് ദിവസങ്ങളിൽ. അപ്പം ഇനി ഒരു ലോങ് ഷെഡ്യൂളാണ്. അപ്പോൾ എല്ലാ ദിവസങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷിക്കാനും പറ്റിയാൽ തിയേറ്ററിലും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള എലിമെന്റ് ഉണ്ടാവും. സൂപ്പർ എക്സൈറ്റഡ് ആണ്. താങ്ക് യു. മലയാള പ്രേക്ഷകർ ഇതിന് അനൗൺസ്മെന്റ് മുതലേ ഒട്ടാകെ എന്താണ് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ, അതുപോലെ തന്നെ ലാലേട്ടനായാലും ശോഭനയായാലും എല്ലാവരും. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസും പിന്നെ ഇതിൻ്റെ കഥാകൃത്ത് സുനിൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. പക്ഷേ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കഥ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ആദ്യം മുതൽ ഈ കഥയിൽ വളരെ ഇഷ്ടം ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ലാലേട്ടനുമായിട്ട് സംസാരിക്കുകയും ചേട്ടൻ ആദ്യം തന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിലിത് ഓക്കെ അതൊക്കെ ചെയ്ത് പറഞ്ഞിരുന്ന പ്രോജക്റ്റാണ്. അത് എല്ലാം നന്നായി വന്നപ്പോൾ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ ഈ മോഹൻലാൽ ശോഭന എന്ന് പറയുന്ന ഒരു ജോഡി എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനും 2 സിനിമകളും പ്രതീക്ഷകൾ നൽകിയ ഒരാളാണ്. അപ്പോൾ പ്രേക്ഷകനായ ഞാനൊരു പ്രേക്ഷകൻ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്താൽ അത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ പ്രോജക്റ്റ് നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അത് പ്രേക്ഷകർ തീരുമാനിക്കും. ഈ എന്ത് നമ്മൾ പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടാവണം. നല്ലതിന് വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും, എല്ലാം നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു വേഷം അടിപൊളിയാക്കുന്ന പോലെ ലാലേട്ടൻ ഒരു ഓട്ടോക്കാരനായിട്ട് കാണാൻ വേണ്ടി പ്രേക്ഷകർ വളരെയധികം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓട്ടോക്കാരനെന്നൊക്കെ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഇങ്ങനെ വരക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടാക്സി ഡ്രൈവർ തന്നെയാണോ? സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവർ, നാട്ടിൻപുറത്ത് സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറാണ്. അത് ഒരു സാധാരണ കുടുംബം പുലർത്തി പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ ആളെ എന്ന് വെച്ചാൽ ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ സാധുവായ ഒരു മനുഷ്യൻ, കുടുംബം പുലർത്താൻ വേണ്ടി നിൽക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ കുറേ അപ്രതീക്ഷിതമായ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ചേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്തായാലും നിരാശപ്പെടുത്തില്ല. കാരണം രണ്ടും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. കാരണം എന്തും ചെയ്യാൻ കഴിവുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എല്ലാം ഈ സിനിമയിൽ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഈ ശോഭന ചേച്ചി എങ്ങനെയാണ് 20 വർഷത്തിന് ശേഷം ലാലേട്ടനും ശോഭന ചേച്ചി ഒന്നിക്കുന്നു എന്നത് വേറൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ പലരും എല്ലാ സിനിമകൾക്കൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ അടുപ്പം നമുക്കുള്ളതുകൊണ്ടും, പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതെല്ലാം മാനേജ് ചെയ്തൊരു പ്രൊഡക്ഷനിൽ കൊണ്ടുപോകത്തക്കണം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്നോടൊക്കെയുള്ള വിശ്വാസം ചേട്ടനും നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വിശ്വാസമുള്ളൊരു കമ്പനിയൊക്കെ ആയപ്പോൾ അതിനകത്ത് ഒന്നാമത് ലാലേട്ടൻ അഭിനയിക്കുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് ഈ സിനിമ ചെയ്യാം, നമുക്കതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറയും. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അടിപൊളി. അപ്പം മലയാള പ്രേക്ഷകർ വരെ കാത്തിരിക്കുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു.